ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധാരാളം സുഖസൗകര്യങ്ങളോടെയാണ് നാം ഇന്നിവിടെ ജീവിക്കുന്നത്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന കുറെ പേരുണ്ട്. നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. ഈ കഥ നമ്മെ അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. ധനവാന് ഇഷ്ടപ്പെട്ട വസ്ത്രവും ഇഷ്ടംപോലെ ഭക്ഷണവും ഉണ്ടായിരുന്നു. ധനവാന്റെ വീടിന്റെ പടിവാതിക്കൽ ലാസർ എന്ന പേരുള്ള ഒരു പാവ മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു. ലാസറിന്റെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങളായിരുന്നു. അതിൽ നായ്ക്കൾ വന്ന് നക്കുമായിരുന്നു. ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ധനവാന്റെ മേശയിൽ വീഴുന്ന ഭക്ഷണമെങ്കിലും കഴിക്കാൻ ലാസർ കൊതിച്ചിരുന്നു. എന്നാൽ അതൊന്നും നോക്കാതെ ധനവാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചു. ധനവാൻ എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകളുയർത്തി നോക്കി. അപ്പോൾ ഉണ്ടല്ലോ, അബ്രാഹത്തിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ, ഒരു തുള്ളി വെള്ളം കൊണ്ട് ലാസറിനെ ഇങ്ങോട്ടയക്കാമോ? അബ്രാഹം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ നിനക്ക് മുഴുവൻ സുഖസൗകര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. എന്നാൽ ലാസറിനാകട്ടെ മുഴുവൻ കഷ്ടപ്പാടും. മാത്രമല്ല, നമുക്കിടയിൽ ഒരു വലിയ കുഴിയുമില്ലേ. ഞാൻ എങ്ങനെ ലാസറിനെ അങ്ങോട്ടയക്കും? ധനവാൻ പറഞ്ഞു, എങ്കിൽ ലാസറിനെ എന്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കാമോ? എന്റെ 5 സഹോദരന്മാരെങ്കിലും ഈ നരകത്തിൽ വരാതിരിക്കട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർ പറയുന്നത് നിന്റെ സഹോദരന്മാരനുസരിച്ചോട്ടെ. കൂട്ടുകാരെ, നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് പോകട്ടെ. പോകണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നോ? പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും സ്വർഗരാജ്യം ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.